പോക്സോ കേസിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. അതിജീവിതയെ വിവാഹം കഴിച്ച പ്രതിയുടെ ശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്ന സുപ്രീം കോടതി ഉത്തരവ്. പ്രതിയുടെ നടപടി കുറ്റകൃത്യമായി അതിജീവിത ഇപ്പോൾ കാണുന്നില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുകയാണ്. ബാലഗോപാൽ, വിചിത്രമെന്ന് തോന്നാവുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ഇത് വിചിത്രമായ ഒരു ഉത്തരവെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഭരണഘടനയുടെ 142 അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതി തങ്ങളുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പോൾ ശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കൽക്കട്ടയിൽ നിന്നുള്ള ഒരു കേസായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതായത് കൽക്കട്ട ഹൈക്കോടതി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോക്സോ കേസിൽ കുറ്റവാളിക്ക് ആ കേസിലെ പ്രതിയായ കുറ്റവാളിയെ കുറ്റവിമുക്തനാക്കിയിരുന്നു. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനമായ നിരീക്ഷണങ്ങളും കൽക്കട്ട ഹൈക്കോടതി നടത്തിയിരുന്നു. അത് വിവാദപരമായ നിരീക്ഷണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതി പിന്നീട് സ്വമേധയാ ഒരു കേസ് എടുക്കുകയും കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ ശിക്ഷ, വിചാരണ കോടതി നൽകിയിരിക്കുന്ന ശിക്ഷ സുപ്രീം കോടതി പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനിടയിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇരയുടെ, അതായത് ഈ അതിജീവിതയുടെ ഉൾപ്പെടെയുള്ള നിലപാട് അറിയുന്നതിന് ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകുകയും മറ്റും ചെയ്തിരുന്നു. പിന്നീട് ഈ കേസിലെ അതിജീവിതയെ ഈ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി ഈ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ സമിതി ഈ അതിജീവിതയുടെ വിശദമായ വാദം കേൾക്കലുമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് ജസ്റ്റിസ് അഭയ് സോക്കയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വളരെ സുപ്രധാനമായി ഈ വിധി പ്രസ്താവം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഈ വിവാഹം കഴിച്ചതിന് ശേഷം, അതായത് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ നിയമത്തിൽ ഈ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഈ അതിജീവിത ഇപ്പോൾ അതിനെ കുറ്റകൃത്യമായി കണക്കാക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ അതിജീവിതയ്ക്ക് വലിയ തോതിലുള്ള ഈ നിയമ നടപടികളിലും മറ്റും വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുടുംബം ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ശേഷം പിന്നീടുണ്ടായ സാഹചര്യത്തിൽ, അതായത് ഈ വിവാഹത്തിന് ശേഷം ഈ അതിജീവിതയ്ക്ക് ഈ പ്രതിയായി അല്ലെങ്കിൽ ഈ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുമായി ഒരു മാനസിക അടുപ്പത്തിലായി എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇത് നിയമത്തിൽ കുറ്റകരമാണ് എങ്കിൽ കൂടിയും ഈ കേസിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഭരണഘടനയുടെ 140 കണക്കിലെടുത്താണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. പോക്സോ കേസിലെ പ്രതിക്ക് അനുഭാവം തോന്നി ഇരയെ വിവാഹം കഴിക്കുകയും തുടർന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയുമാണ് ചെയ്തത്.